ഒക്ടോബർ 13 നാളെ ഇവിടെ ഒരു പബ്ലിക് ഹോളിഡേയാ. നാഷണൽ സ്പോർട്സ് ഡേയോ മറ്റോ ആണ്. എല്ലാവർക്കും അതുകൊണ്ട് ലീവാണ്. ഞങ്ങളുടെ കമ്പനി അടക്കം ലീവാണേ. അതുകൊണ്ട് ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോവാൻ പ്ലാൻ ചെയ്തിരിക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് ഫാമിലീസ് ഒക്കെ ആയല്ലോ ഞങ്ങളുടെ ടീമിൽ. അപ്പോൾ എല്ലാവരും കൂടെ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്നലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? അതുകൊണ്ട് തന്നെ എത്ര പേര് വരുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. എത്ര പേരൊക്കെ ഉണ്ടെന്ന് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഇപ്പം ഞങ്ങൾ ജാക്സനെ നീതുവിനെ എടുക്കാൻ വേണ്ടി അവരുടെ വീട്ടിലോട്ട് പോവാം. അങ്ങനെ നമുക്ക് ജാക്സനെ നീതുവിനെ കിട്ടി. അവരുടെ കൂടെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, ഹേശു ബേബി. ഹേശുവിനെ എടുക്കട്ടെ. ഹേശുവിനെ വീട്ടിലെടുക്കാൻ പോണേ. അവിടെ ഇരിക്കണേ. അവിടെ എടുക്കാൻ പോണേ. ചിരിച്ചിരുന്നായേ. ഏച്ചു എവിടെ പോവാ? ഏച്ചു ഏച്ചു എവിടെ പോവാ? എവിടെ പോവാ? ഏച്ചു എവിടെ പോവാ? എവിടെ പോവാ? ഏച്ചു പോവാ? ഏച്ചു നമ്മൾ എവിടെ പോവാ? ഏച്ചു ഹേസൽ വന്ന ശേഷമുള്ള ഞങ്ങളുടെ ആദ്യത്തെ ലോങ് ട്രിപ്പാണ് ഇത്. ലോങ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് നഗോയ വരെ ഉള്ളൂ. എന്നാലും വീടിനടുത്തുള്ള പാർക്കിലൊക്കെ കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്ന് ഞങ്ങളിപ്പോൾ നഗോയ വരെ എത്തിയല്ലോ. നമുക്ക് പാർക്കിംഗ് കിട്ടിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഹിഗാഷിയാമ സൂവിലേക്കാണ്. ഇവിടേക്ക് വരാൻ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ വരണം കേട്ടോ. നേരത്തെ വന്നില്ലെങ്കിൽ പാർക്കിംഗ് കിട്ടൂല. പിന്നെ രാവിലെ 9 മണി തൊട്ട് 4:50 വരെയാണ് ഈ പാർക്കുള്ളത്. 4:30 വരെ മാത്രമേ എൻട്രി ഉള്ളൂ. 500 രൂപയാണ് എൻട്രി ഫീയും. ഇവിടെ പലതരത്തിലുള്ള പ്ലാൻസ് ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് സൂവും സ്കൈ ടവറും കൂടെ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ബൊട്ടാണിക്കൽ ഗാർഡനും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എടുക്കാം. ഇത് കൂടാതെ നമുക്ക് മന്ത്ലി പ്ലാനായിട്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഞങ്ങൾ ഈ ട്രിപ്പ് പോയത് ഒക്ടോബർ മാസത്തിലെ ഒരു സണ്ണി ഡേ ആയിരുന്നു. അത് കാരണം ചൂട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ മ്യൂസിയത്തിൽ കയറിയത്. ഈ മ്യൂസിയത്തിൻ്റെ അകത്ത് കുറേ സ്കെൽട്ടനും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം ആദ്യം കണ്ടത് ഒരു മാമോത്തിൻ്റെ സ്കെൽട്ടനാണ്. ഇതാ ഒരു കുരങ്ങൻ്റെ സ്കെൽട്ടൻ. ഇതുപോലെ കുറേ ജീവികളുടെ സ്കെൽട്ടൻസും ആ ജീവികളുടെ ഡീറ്റെയിൽസും ഒക്കെ ആ റൂമിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് ഈ ബോട്ടണി സുവോളജിയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം വായിച്ചുകൊണ്ട് നടക്കുന്നതെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഞങ്ങളിവിടെ കയറിയത് ഹേസലിൻ്റെ ഡയപ്പർ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ടോയ്ലറ്റും അങ്ങനത്തെ ഉള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. പക്ഷേ ഡയപ്പർ മാറ്റാൻ കയറിയിട്ട് ഹേസൽ ഭയങ്കര കാറിച്ചിയും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ ഹേസലിനെ ഒന്ന് സെറ്റിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ അധികം സമയം സ്പെൻഡ് ചെയ്തത്. ഇവിടെ കുറേ ആനിമൽസിൻ്റെ ഇൻഫോർമേഷൻസ് ഉണ്ടായിരുന്നു. ആനിമൽസിൻ്റെ സ്കെൽട്ടൺ മാത്രമല്ല, അതിൻ്റെ ഒരു എക്സിബിറ്റും കൂടെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഫോട്ടോസിലും ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള കുറേ മൃഗങ്ങളെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു നീണ്ട നേരത്തെ പരിശ്രമത്തിന് ശേഷം ഹേസലിനെ ഞങ്ങൾ ശാന്തയാക്കി പുറത്തേക്ക് കൊണ്ടുവന്നു. പുറത്തിറങ്ങിയപ്പോൾ നല്ല വെയിലാണ്. പക്ഷെ ആൾക്കാരുടെ എണ്ണത്തിലൊന്നും കുറവില്ല. ഒരു ലീവുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ സൂബോ ഗേറ്റ് എന്ന് പറയുന്നത് ഒരു സുവർണിയ ഷോപ്പാണ്. ഇതാ അതിൻ്റെ മുകളിൽ കൂടി ഒരു ട്രെയിൻ പോകുന്നു. ഈ ട്രെയിനിൽ നമുക്കും കയറാം, പക്ഷേ എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം. മടിയുള്ളവർക്കും കാലിന് വേദനയുണ്ട്, കുറച്ചധികം നടന്ന് കാണേണ്ട സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് യൂസ് ചെയ്യാം. ആ സുവർണിയ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ ഹേസലിന് വേണ്ടിയിട്ടൊരു ക്യാപ്പ് വാങ്ങിച്ചു. വെയിലിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടേ. ഞങ്ങൾ മൃഗങ്ങളെയൊക്കെ കാണാൻ തുടങ്ങി. ആദ്യം കണ്ടത് ഹിപ്പോപ്പൊട്ടാമസിനെയാണ്. എന്താണെന്നറിയത്തില്ല, ഞങ്ങൾ ചെന്നപ്പോൾ തൊട്ട് ഈ ജീവി ഇതിൻ്റെ ബാക്ക് മാത്രമേ ഞങ്ങളെ കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. മീശമാധവനിലെ മറ്റേ ഡയലോഗ് എനിക്ക് ഓർമ്മ വന്നത്. ഹേസൽ ഒരു തികഞ്ഞ ആനപ്രേമിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ സെക്ഷനിൽ കയറാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇവിടെ കയറുമ്പോൾ ഫുൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ആനയുടെ എല്ലാ ഡീറ്റെയിൽസും തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ആനയുടെ കഥകളൊക്കെയാണ്. ആനയുടെ തുമ്പിക്കൈയും കാലും എല്ലാം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം നമുക്കത് തൊട്ട് നോക്കാനും അത് ഫീൽ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും നീതും ഇപ്പോൾ പോയി നോക്കുന്നത് ഇവിടെ ആനയുടെ സൗണ്ട് കേൾക്കാൻ പറ്റും. പക്ഷെ പണ്ടേ എനിക്ക് ഭയങ്കര കേൾവിശക്തി കാരണം ഞാനൊന്നും കേട്ടില്ല. പക്ഷെ നീതു കേട്ടെന്നാണ് പറഞ്ഞത്. ഇത്രയും നേരം ആനയുടെ വിശേഷങ്ങളല്ല കണ്ടേ. ഇനിയാണ് റിയൽ ആനയെ കാണാൻ പോകുന്നത്. കുതിരയാണോ അത്? ആന 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 ഇത് ഇരിക്കുന്നുണ്ടോ? ആന അവിടെ ഇരിക്കാൻ പോവാ. കുഞ്ഞാന
ആക്ച്വലി ഈ ട്രിപ്പ് വന്നത് തന്നെ ഹേസൽ ആനേനെ കാണുമ്പോൾ ഉള്ള റിയാക്ഷൻ, ആ എക്സൈറ്റ്മെൻറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഹേസലിന് വലിയ റിയാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഹേസലിൻ്റെ ഈ ആനപ്രേമം കാരണം വീട്ടിലെപ്പോഴും ആനപ്പാട്ടാണേ. ഈ കൊമ്പനാന കുട്ടപ്പനും കാട്ടിലുണ്ടൊരു കാട്ടാനയൊക്കെ അതിൽ പെട്ടതാ. ഇപ്പം ഞങ്ങൾ പാടിയത് പാട്ടാണെന്ന് തോന്നുന്നില്ലെങ്കിലും അതുപോലത്തെ ഒരു പാട്ടാണ്. ആ പാട്ടൊക്കെ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ആനയ്ക്ക് 10 ലിറ്റർ വെള്ളം ഒരു സമയം കുടിക്കാൻ പറ്റും. അതേപോലെ ആന കഴിക്കുന്നത് വായിലേക്ക് ഇത്രയും ഭക്ഷണമാണ്. അല്ല, ആനപ്പിണ്ടം. ആന ഒരു ദിവസം 10 ലിറ്റർ വെള്ളം കുടിക്കുമെന്നും 100 കിലോ പിണ്ടം ഇടുമെന്നൊക്കെ നിങ്ങൾക്കറിയായിരുന്നോ? ഞങ്ങൾക്ക് ഇതൊക്കെ പുതിയ അറിവുകളായിരുന്നു. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അറിഞ്ഞത്. പിന്നെ ആ മ്യൂസിയത്തിൽ കയറണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പുറത്തൂടെ വരുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് പുറമേന്ന് ആനേനെ കാണാനുള്ള ഓപ്ഷനും ഉണ്ട്. നമ്മൾ സിംഹത്തെ കാണാനുള്ള ക്യൂവിലാണ്. അവൾക്ക് ഇപ്പം ആരെയും കാണണ്ട. സിംഹം കാർട്ടൂണിലൊക്കെ നല്ല കറുത്ത ആനേനെ കണ്ടിട്ട് ഇവിടെ ചെന്നിട്ട് ഈ ബ്രൗൺ ആനേനെ കണ്ടപ്പോൾ ഹേസലിന് വലിയ എക്സൈറ്റ്മെൻ്റ് ഇല്ലായിരുന്നു. പിന്നെ സിംഹത്തെ അടുത്ത് കൊണ്ടേ കാണിച്ചിട്ടാണ് ഞങ്ങൾക്കൊന്ന് തൃപ്തിയായത്. നിങ്ങളൊരു ആനിമൽ ലവർ ആണോ? എങ്കിൽ ഈ സൂ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. ഇവിടെ ഏതാണ്ട് 450ഓളം സ്പീഷീസിലുള്ള ആനിമൽസ് ഉണ്ട്. ജപ്പാനിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന സൂകളിലൊന്നാണ് ഇത്. ഞങ്ങളിപ്പോൾ റൂട്ട് മാപ്പ് ഒന്നും നോക്കിയിട്ടല്ല പോകുന്നത്. ഞങ്ങളിപ്പോൾ ഹേസൽ പോകുന്ന റൂട്ടിൽ കൂടിയാണ് പോകുന്നത്. ഇവിടെ കയറുന്ന സമയത്ത് തന്നെ അവിടെ റൂട്ട് മാപ്പ് ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ മാപ്പ് എടുത്തിട്ട് അതൊരു ഗൈഡായിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും. ഞങ്ങൾ അങ്ങനെ ഒരു മാപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ എല്ലാ മൃഗങ്ങളെയും ഒന്നും കാണുന്നില്ല. ഹേസലിന് കുറച്ചെങ്കിലും പരിചയം തോന്നുന്ന മൃഗങ്ങളെ മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. എന്തിനാ പുലിയാണത്? കടുവ 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 കടുവ. അവിടുന്ന് ഹേസലിനോട് അത് കടുവയാണെന്ന് പറഞ്ഞു കൊടുത്ത ഞാൻ ഇവിടെ വന്ന് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കടുവയാണോ പുലിയാണോ എന്ന് കുറേ സംശയിച്ചു. പിന്നെ ഗൂഗിളിൻ്റെ ഒക്കെ സഹായത്തോടെ നോക്കിയപ്പം എനിക്കൊരു സംശയം, ഇത് പുലിയായിരുന്നോ? ഗൂഗിൾ പറയുന്ന ഇങ്ങനെ വരയുള്ള സാധനം പുലിയും മറ്റ് ഡോട്ടഡ് ആയിട്ടുള്ളതാണ് കടുവ, അതായത് ഇംഗ്ലീഷിൽ ലെപ്പേർഡ്. അങ്ങനെയാണെങ്കിൽ ഹേസൽ പറഞ്ഞതായിരിക്കും കറക്റ്റ്. അങ്ങനെ ആയിരിക്കാനുള്ള ചാൻസ്, കാരണം പുലിമുരുകനിലൊക്കെ നമ്മൾ ഇതിനെയല്ലേ കണ്ടത്. ഇപ്പം ഞങ്ങൾ ഹിഗാഷിയാമ സൂ മാത്രമേ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ കൂടെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനും ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ ഉണ്ട്. ഏതാണ്ട് 148 ഏക്കറോളം സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓരോ ടൈപ്പ് ഓഫ് ആനിമൽസിന് ഓരോ സെക്ഷൻ വെച്ചുണ്ടായിരുന്നു ഇവിടെ. ഇപ്പം നമ്മൾ നിൽക്കുന്ന ബേർഡ്സിൻ്റെ സെക്ഷനാണ്. നമ്മൾ കാണുന്നത് ഫ്ലെമിംഗോനെയാണ്. ഇപ്പം നമ്മൾ കാണുന്നത് കരടീനെയാണ്. ഇവിടെ പലതരത്തിലുള്ള കരടികൾ ഉണ്ടായിരുന്നേ. ഈ ജീവികളെയെല്ലാം അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് ഒരു കവറിങ് ആയിട്ട് ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു നെറ്റോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മൾ തൊട്ടടുത്ത് നിന്ന് കാണുന്ന പോലെ കാണാൻ പറ്റും. മടുത്തോ എല്ലാവരും? ആണോ? ഇതോ ഈ സ്ഥലം ഇപ്പൊ തണുപ്പല്ലേ? എന്നാ കേറിപ്പോ. ഇത് ഭയങ്കര പോസെല്ലാം കൊടുക്കുന്നുണ്ടല്ലോ. ഇത് ക്യാമറ വന്നപ്പോ ഹേസലിനെ പോലെയാ. ഇത്ര ആക്റ്റീവായിട്ട് നിന്നാ നീ ഇത്. വാടാ, വിളിക്കേ ക്യാമറ കേട്ട കൊച്ചു കോൺഷ്യസ് ആയി. തൊപ്പി വെച്ചോണ്ട്
ഇതിനകത്തോടെ വാടാ വേണം എന്ന് ചോദിച്ചു. ഉറക്കെ പറ. കിടക്കത്തില്ലേ ഇന്നോണ്ടല്ലോ ഉറങ്ങുന്നത്. കിടക്കത്തില്ല ഇല്ല കിടക്കൂല. നീ എങ്ങോട്ടാ? ഗൈഡ് പറയട്ടെ. നീ നമ്മള് ഏഷ്യ സോണിലായിരുന്നു. ഇനി നമ്മള് ജപ്പാൻ. ഇപ്പം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവൂലേ ജപ്പാനും ഏഷ്യയിലുള്ളതല്ലേ, ജപ്പാൻ ഒരു ഏഷ്യൻ കൺട്രി അല്ലേ എന്നൊക്കെ. ശരിയാണ്, എനിക്കും ആ സംശയം തോന്നി. പക്ഷേ ഈ ജപ്പാൻ സോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൃഗങ്ങൾ ജപ്പാനിൽ സാധാരണമായി കാണുന്നതും പിന്നെ ജപ്പാനിൽ മാത്രം കാണുന്നതുമായ മൃഗങ്ങളാണ്. ഏഷ്യ സോണിൽ ഏഷ്യയിൽ നമ്മുടെ ഏഷ്യൻ എലിഫൻസും അങ്ങനത്തെ കാര്യങ്ങൾ, ടൈഗറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ ജപ്പാനിൽ സാധാരണമായി കാണുന്ന ജീവികളാണുള്ളത്. ഇപ്പം നമ്മളുള്ളത് നമ്മുടെ ക്യൂട്ട് ജീവിയായ കൊയലയുടെ അടുത്താണ്. ഇതിനെ കാണാൻ കരടീനെ പോലെ ഉണ്ടെങ്കിലും ഇത് കരടിയുടെ വർഗ്ഗത്തിൽ പെട്ടതല്ല. പക്ഷെ ഇത് കങ്കാരുമായിട്ട് കുറച്ച് സാമ്യമുണ്ട്. കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് ഒരു 6 മാസം വരെ കങ്കാരുവിനെ പോലെ ഇതിനെ പോക്കറ്റിലിട്ടാണ് വളർത്തുന്നത്. ഉറക്കപ്രിയരായ ഇവര് 18 തൊട്ട് 22 മണിക്കൂർ വരെ ഉറങ്ങുകയും ചെയ്യും. ഇവർക്ക് മനുഷ്യരുടെ പോലെ ഫിംഗർ പ്രിന്റ്സും ഉണ്ട്. ആനനെ കണ്ടോ യേശു? എവിടെയായിരുന്നു ആന? കൊങ്ങനെ കണ്ടോ? കൊങ്ങനെ എന്നാ കഴിച്ചോണ്ടിരുന്നേ? പഴം കഴിച്ചോ? ആണോ? ഏസിലും പഴം കഴിക്കുന്നേ? എത്തിയോ? ജിസ്മ ജിറാഫിനെ കണ്ടോ? ഇവരാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഞങ്ങളുടെ ടീം. ഇപ്പം ഞങ്ങളുടെ ടീമിലെ അംഗസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ വരാൻ കുറച്ച് ലേറ്റായി. പിന്നെ പാർക്കിംഗ് കിട്ടാത്ത കാരണം ഇവർ വേറെ ഒരു എൻട്രി വഴിയാണ് കയറിയത്. അപ്പം ഞങ്ങൾ ഇവരും കൂടെ വഴിക്ക് വെച്ചാണ് കണ്ടുമുട്ടുന്നത്. 1-2 പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ടുള്ളൂ. എന്നാലും പിള്ളേരെല്ലാം തമ്മിൽ കാണുമ്പോൾ ആദ്യം അന്വേഷിക്കുന്നത് ലച്ചു ചേച്ചിനെയാണ്. ലച്ചു ചേച്ചി വേറെ ആരുമല്ല, വൈശാഖിൻ്റെയും ദീപ്തിയുടെയും മോളായ ഞങ്ങളുടെ ലച്ചൂട്ടിയാണ്. ലച്ചൂട്ടിയൊന്നും ഈ പ്രാവശ്യം വരാൻ പറ്റിയില്ല. ചെറിയൊരു അസൗകര്യം കാരണം അവർക്ക് എത്താൻ പറ്റിയില്ലേ. ഇത് കാട്ടുപന്നിയാണോളത്? ചിരി വന്നോ? ഒന്നൂടെ മ്യാവ്. ഇഷ്ടപ്പെട്ടോ? ഇനി കുറച്ച് വാട്ടർ ആനിമൽസിനെ കാണാം. ആദ്യം തന്നെ സീലിനെ കാണാനാണ് ഞങ്ങൾ പോകുന്നത്. വിളിച്ചിട്ട് വന്നു. വിക്കറ്റ് പോയതാടെ ഇതിന്റെ വിക്കറ്റ് കൊടുക്കണം. അതുകൊണ്ട് കോഴി വേണ്ട.
ഞങ്ങൾ ചെന്ന് അവിടുത്തെ പോളാർ ബിയർ ഭയങ്കര ആക്റ്റീവായിരുന്നു. ആ ഡ്രമ്മ് വെച്ച് അത് കളിക്കുകയും ഒച്ച ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനെ നാച്ചുറൽ ഹാബിറ്റായിട്ട് മാക്സിമം അവർ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. കൂടാതെ ഇങ്ങനെയുള്ള ജീവികൾക്ക് നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം മൂലവും പിന്നെ പൊല്യൂഷൻ കാരണമൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പിന്നെ അങ്ങനത്തുള്ള ജീവികളെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യകതയും ഇവർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. ഏതനെയും ടീമിനെ ഞങ്ങൾ വഴിക്ക് വെച്ചാണല്ലോ മീറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർ കണ്ട മൃഗങ്ങളെയൊന്നും ഞങ്ങളും കണ്ടിട്ടില്ല, ഞങ്ങൾ കണ്ട മൃഗങ്ങളെയൊന്നും അവരും കണ്ടിട്ടില്ല. ഇതാണ് സ്കൈ ടവർ. പിന്നെ കോമൺ ആയിട്ട് ഞങ്ങൾ കാണാത്തത് ഈ സ്കൈ ടവറാണ്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങളെല്ലാവരും കൂടെ സ്കൈ ടവർ കാണാൻ വേണ്ടിയിട്ട് പോയി. ജപ്പാനിൽ എവിടെ പോയാലും അധികവും നടക്കാനുണ്ടാവാറുണ്ട്. പക്ഷെ സ്കൈ ടവറിലേക്ക് കുറേ സ്റ്റെപ്പുകൾ കൂടി ഉണ്ടായിരുന്നു. സ്റ്റെപ്പൊക്കെ കണ്ടപ്പോൾ മടി തോന്നിയെങ്കിലും പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ലിഫ്റ്റ് വഴിയാണ് മുകളിലേക്ക് പോയത്. ഇതാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കാണാൻ വന്ന സ്കൈ ടവർ. ഇത് 138 മീറ്റർ ഹൈറ്റിലാണ് ഉള്ളത്. അപ്പോൾ 4:30 വരെയാണ് ഇവിടെ എൻട്രി ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഓടിക്കയറുവാണ്. ഏകദേശം സമയം ആകാറായിരുന്നു. ഇവിടുന്ന് ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റ് കയറിയിട്ട് നമ്മൾ 7ാമത്തെ നിലയിലാണ് ഇറങ്ങേണ്ടത്. അതെ, നീ എത്ര വട്ടം വന്നിട്ടുണ്ട്? അവരുടെ വീഡിയോക്ക് തൂണില്ലായിരുന്നു. ഇതവിടെ എത്തുമ്പോഴത്തേക്ക് 4:30 നാഞ്ചോന്ന് പറഞ്ഞു കൊടുക്കടാ. എന്തേ പുഴ എന്തി ഈത എന്നെ കാണുന്നേ? ഏതും പിടിച്ചു കേറുവാ. ഈ 7ാമത്തെ നില എത്തുമ്പോൾ നമ്മൾ 100 മീറ്റർ മുകളിലാണ് ഉള്ളത്. ഇവിടെ ഒരു ഒബ്സർവേഷൻ ഡെസ്ക് ഉണ്ട്. ഇവിടെ നല്ല അടിപൊളി വ്യൂ ഉണ്ട്. എനിക്കിങ്ങനെ ഹൈറ്റ് നിന്നിട്ട് താഴെ ഇങ്ങനെ വ്യൂ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വ്യൂ ഉള്ള സ്ഥലത്തൊക്കെ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ നിന്ന് നമുക്ക് സൂ കാണാൻ പറ്റും, ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാൻ പറ്റും, നഗോയ സിറ്റി ഏറെക്കുറെ മുഴുവനായിട്ട് കാണാൻ പറ്റും. പിന്നെ പേരറിയാത്ത കുറേ സ്ഥലങ്ങളും കാണാൻ പറ്റും. പിന്നെ ഇതിനൊക്കെ പുറമെ ജാപ്പനീസ് ആൽപ്സും പിന്നെ കുറേ ഫേമസ് ആയ മൗണ്ടൈനുകളും ഒക്കെ നമുക്ക് ക്ലിയർ സ്കൈ ഉള്ള ദിവസം കാണാൻ പറ്റും. നാട്ടിലിറങ്ങിയ കുഴി വീണ നാണം വന്നോ? യമ്മി നടക്ക് വേറെ പറ്റില്ല. ഇത്രയും നേരം ചൂടത്ത് നടന്നതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ കയറി AC-യിലിരുന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര സമാധാനമാണ്.
പിള്ളേരൊക്കെ അവരവരുടെ രീതിയിൽ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹേസലിൻ്റെ അഴകിയ ലൈല ഡാൻസ് ഭയങ്കര ഹിറ്റാണ്. അഴകിയ ലൈല പാട്ടിട്ട് കൊടുത്താൽ ഹേസൽ ഏത് പാതിരാത്രിയിലും ഡാൻസ് കളിക്കും. ഈ കാണുന്ന വഴികളിലൂടെയൊക്കെയാണ് ഞങ്ങൾ നേരത്തെ നടന്നത്. ഇപ്പം ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് 5 മണി കഴിഞ്ഞിരുന്നു. പോവാണോ? 5 മണി കഴിഞ്ഞതോടെ ഞങ്ങൾക്ക് ഇനി ആ പാർക്കിലേക്ക് കയറാൻ പറ്റൂല. സ്കൈ ടവർ കഴിഞ്ഞിട്ട് അവർ ഞങ്ങളെ വേറൊരു വഴിയിലൂടെ പുറത്തേക്ക് ഇറക്കി വിട്ടു. ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഈ പാർക്ക് ശരിക്കും ഇത്രയല്ല കേട്ടോ ഉള്ളത്. ഞങ്ങളതിനൊരു ചെറിയ ഭാഗം 100% മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇനിയും കാണാത്ത കുറേ കാഴ്ചകളുണ്ട്. എല്ലാം കാണാൻ വേണ്ടിയിട്ട് വേറൊരു ദിവസം വരണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെ ഹിഗാഷിയാമ സൂവും സ്കൈ ടവറും എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പയ്യെ വീട്ടിലേക്ക് പോകണം. അതിനിടയ്ക്ക് ഫുഡ് കഴിക്കണം. അതിൻ്റെ പ്ലാനൊക്കെ സെറ്റാക്കണം. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ.